മാതൃഭൂമിയിൽ ഒരു വാർത്ത ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കാണുകയുണ്ടായി. ആ വാർത്തയിൽ അവർ പറയുന്നതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതവും ബോധപൂർവമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിൽ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കല്യാശ്ശേരി പഞ്ചായത്തിലെ ഇരണാവ്. എൻ്റെ പഴയ വീടൊക്കെ അവിടെയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്. അതിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ് ഇരണാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇരണാവുകാരനായ ഞാനൊരു മന്ത്രിയായപ്പോൾ എൻ്റെ അടുത്തൊരു നിവേദനമായിട്ട് വന്നു. ആ നിവേദനത്തിൽ അവരാവശ്യപ്പെട്ടത് ഞങ്ങൾ ഈ ചുഴലി ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണത്തിലാണ്. അതിൻ്റെ ശ്രീകോവിലും അതിൻ്റെ കൊട്ടാരവും അതിൻ്റെ ചുറ്റുപാടുകളും എല്ലാം ജീർണിച്ച് എത്രയോ വർഷക്കാലമായി ജീർണിച്ച് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്, പുനരുദ്ധാരണത്തിലാണ്. ഏതാണ്ട് അതിനെല്ലാം കൂടി ഒരു 1 കോടി രൂപയോളം ചിലവ് വരും. ഇത്രയും പണം ഒരു കാരണവശാലും ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിക്കില്ല. ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. ഡി ഗ്രേഡ് ക്ഷേത്രമാണ്. അതുകൊണ്ട് വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടിയാലേ പറ്റൂ. അപ്പോൾ ഞങ്ങളുടെ നിർമ്മാണത്തിന് ഞങ്ങൾക്ക് മരം ഗവൺമെൻറ്റിൽ നിന്ന് സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. അത് വനം വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ ആ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നിങ്ങൾ മന്ത്രിയായതുകൊണ്ട് നിങ്ങൾ കൂടി തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടം ഞാൻ എൻ്റെ ലെറ്റർ പാഡിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഇരണാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തന്ന നിവേദനം, ആ നിവേദനം നിങ്ങൾക്ക് അയക്കുന്നു. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അവരതിൽ ആവശ്യപ്പെട്ടുള്ള 1 കോടിയോളം രൂപ ഇതിന് ചെലവ് വരുമാകെ അവർക്കതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് മരം സൗജന്യമായി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കവറിംഗ് ലെറ്ററോടുകൂടി അവർക്ക് വനം വകുപ്പ് മന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു. ഞാനൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരു നിവേദനം തന്നാൽ ഞാനെന്താ ചെയ്യാത്? കീറിക്കളയാൻ പറ്റുമോ? ഞാനത് കൺസേൺ മിനിസ്റ്റർക്ക് അയക്കില്ലേ വേണ്ടത്. മിനിസ്റ്റർക്ക് അയക്കുമ്പോൾ എൻ്റെ ലെറ്റർ പേഡിലല്ലാതെ വേറെ ലെറ്റർ പേഡിൽ അയക്കാൻ പറ്റുമോ? അതാ ചെയ്തത്. അതാ എന്ന് എഴുതി തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് തികച്ചും ബോധപൂർവം അടിസ്ഥാനരഹിതമായ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം മാധ്യമത്തിൻ്റെ തന്നെ അവമാനകരമായിട്ടുള്ളൊരു നടപടിയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്ന വ്യക്തിഹത്യയും നടത്താനും അതുവഴി എന്തോ ഒരു കോൺസ്പിരസി, ഒരു ഗൂഢാലോചന രൂപപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ആ എല്ലാം ഞാൻ അയച്ചിരിക്കുന്ന കോപ്പിയും അതുപോലെ അവർ തന്നിരിക്കുന്ന കോപ്പിയെല്ലാം തന്നെ ഞാൻ ഫയലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് രാജ്യത്തിലെ ജനങ്ങളത് കാണട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. ഒരു കോടിയെന്ന് എൻ്റെ കത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കോടിയാണ് അവർ കണക്കാക്കുന്നത്. അതിൽ അവർക്ക് അത്രയും കഴിയാത്തതുകൊണ്ട് സഹായിക്കണമെന്നാണ്. അത് തന്നെയാണ് അവരുടെ ലെറ്ററിലുള്ളത്. അവർ എഴുതി തന്ന നിവേദനത്തിലും അതുണ്ട്. പക്ഷേ പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു കെട്ടിച്ചമച്ച് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എനിക്കൊരു കുടുംബക്ഷേത്രവുമില്ല. അങ്ങനെ കുടുംബക്ഷേത്രമേ എനിക്കില്ല. എൻ്റെ ജനിച്ച് വളർന്ന നാട്ടിൽ ഇരണാവിൽ എൻ്റെ വീട്ടിൻ്റെ കുറച്ചടുത്തുള്ളൊരു ക്ഷേത്രമാണ്. പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നീന്തൽ അവിടെ ഒരു കുളമുണ്ട്, നീന്താൻ പോയിട്ടുണ്ടാവും അവിടെ. അത്രേ എനിക്ക് അവിടെയുള്ള ബന്ധം. എന്തൊക്കെയാണ് എഴുതിയിട്ട് പ്രചരിപ്പിക്കുന്നത്? ഇതിപ്പം അവര് ക്ഷേത്രം ഇത് വില എത്രയാണെന്ന് അറിയില്ല. ക്ഷേത്രം പണിയുന്നതിൻ്റെ ശ്രീകോവിലിൻ്റെ
ചേട്ടാ ഒന്ന് അനക്കില്ല ആ നിവേദനത്തിൽ അവരിങ്ങനെ ഞങ്ങൾ 1 കോടി രൂപ ചെലവ് വരുന്ന ഞങ്ങൾക്ക് ഗവൺമെന്റ് അവരുടെ അവർ തന്നെ പ്രിന്റ് ചെയ്തിട്ടുള്ള അവരുടെ ക്ഷേത്രവും കാര്യങ്ങളും കത്തുണ്ട്. അവർ തന്നെ എഴുതുന്ന പോലെ 2 കത്തുണ്ട്. പിന്നെ അവർ ഈ വേണ്ടി വരുന്ന വില കൊടുത്ത ആ കത്ത് അതാണ് ഇപ്പൊ 50 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തിക്കുന്നത്. ഏറെക്കുറെ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫീറ്റിന്റെ പിന്നെ കത്ത് തന്നെ പറയാണ് 1 കോടി രൂപയോളം ഞങ്ങൾക്ക് ഇത് ഡീ ഗ്രേഡുള്ളതാണ്. ഇത്രയും പണം പിടിച്ചെടുത്ത് ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. അവരെ വളരെ ക്ലിയറാണ്. പിന്നെ അതിൽ എൻ്റെ കുടുംബക്ഷേത്രം എനിക്കങ്ങനെ കുടുംബവും ക്ഷേത്രവും ഇല്ല, ഒരു അമ്പലവും അടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ ഈ നിവേദനവുമായി വന്ന് എന്നെ കണ്ട് എനിക്ക് നിവേദനം തന്നു. ആ നിവേദനത്തിൽ അവർ പറയുന്നത് ഈ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനത്തിന് 1 കോടി രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുക. ശ്രീകോവിൽ, അതിൻ്റെ കൊട്ടാരം, പടിവാതിൽ, മറ്റെല്ലാം കൂടി പൂർത്തീകരിക്കണമെങ്കിൽ, ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്, പൂർത്തീകരിക്കണമെങ്കിൽ ആകെ ഇതിന് 1 കോടി രൂപ ചിലവ് വരും. ഇത്രയും പണമുണ്ടാക്കാൻ ഡി ഗ്രേഡ് ക്ഷേത്രമായിട്ടുള്ള നമ്മുടെ ക്ഷേത്രത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ശ്രീകോവിലും മറ്റും നിർമ്മിക്കാനുള്ള മരം സൗജന്യമായി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മെമ്മോറാണ്ടം തരികയാണ്. ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ, ആ പ്രദേശത്ത് നിന്ന് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കൊരു മെമ്മോറാണ്ടം ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ തരുന്നു. ഞാൻ എന്താ ചെയ്യുക? ഞാനത് കൺസേൺ മിനിസ്റ്റർക്ക് ഫോർവേഡ് ചെയ്യണം. അത് വനം വകുപ്പ് മന്ത്രിക്ക് കൊടുത്തതിൻ്റെ ഒരു കോപ്പി വനം വകുപ്പ് മന്ത്രിക്ക് അഡ്രസ്സ് ചെയ്തിട്ട് എനിക്ക് തന്നതാണ്. ഞാൻ ആ മെമ്മോറാണ്ടം അവരുടെ റെപ്രസെൻറ്റേഷൻ വനം വകുപ്പ് മന്ത്രിക്ക് അവർ തന്നിരിക്കുന്ന അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെച്ച് ഫോർവേഡ് ചെയ്തു. അതാണ് ഞാൻ ചെയ്തത്. ഞാൻ കൺസേൺ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഈ വനം വകുപ്പ് മന്ത്രിക്ക് അയക്കുമ്പോൾ വെള്ളക്കടലാസിൽ എഴുതി അയക്കാൻ പറ്റുമോ? വേറെ ലെറ്റർ പേഡിൽ എഴുതാൻ പറ്റുമോ? ഞാൻ എൻ്റെ ലെറ്റർ പേഡിലേ എഴുതാൻ പാടുള്ളൂ. ഞാൻ എനിക്ക് കിട്ടിയുള്ള നിവേദനം ഇത് ഈ ഒരു മിനിസ്റ്റർക്ക് മാത്രമല്ല, വ്യത്യസ്ത ആവശ്യങ്ങളുമായി വരുന്നത്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ വരുമ്പോൾ ആ കൺസേൺ മിനിസ്റ്റർക്ക് ഞാൻ എൻ്റെ ലെറ്റർ പേഡിലാണ് കൊടുക്കുക. അതാണ് എന്തോ ഒരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത തരത്തിൽ ആ വാർത്ത ട്വിസ്റ്റ് ചെയ്ത് ഒരു 50 കോടി ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്തു എന്ന് വരുത്തത്തക്ക നിലയിൽ ഒരു ബോധപൂർവം ഒരു വാർത്ത സൃഷ്ടിച്ചു. അതൊരു ഞാൻ ധരിക്കുന്ന ഒരു വലിയ കോൺസ്പിരസിയുടെ ഭാഗമാണ്. സ്വാഭാവികമായി വന്നുകൊണ്ടതല്ലത്. ഒരു വ്യക്തിഹത്യ നടത്തുക, ഒരു വലിയ ഗൂഢാലോചനയുടെ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നതല്ല. ഇതാണ് ഇതിൻ്റെ. എനിക്ക് കുടുംബക്ഷേത്രവുമില്ല. ഞാൻ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ നീന്തം പഠിക്കാൻ പോയിട്ടുണ്ട്. മറ്റ് ആ ക്ഷേത്രക്കാരായിട്ടൊന്നും എനിക്കധികം ബന്ധമില്ലാത്ത. പക്ഷെ ഞാൻ ആ നാട്ടിലെ ഒരാൾ മന്ത്രിയാകുമ്പോൾ അവിടെയുള്ളവർ വന്ന് ഒരു റെപ്രസെൻറ്റേഷൻ തന്നു. അത് ബന്ധപ്പെട്ട മന്ത്രിക്ക് അയച്ചു. അതിൻ്റെ പേരിലാണ് ഈ വാർത്ത ഉണ്ടാക്കിയൊരു ഭൂകമ്പുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എനിക്ക് അവർ തന്നിട്ടുള്ള hello.
അല്ലേ? ഹലോ ഹലോ ടച്ച്. എന്താണ് ഇതിനകത്ത് ഇന്ന് ഇത് സംബന്ധിച്ചൊരു വാർത്ത എന്ന മാതൃഭൂമി കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ എന്താണ് ഒരു പറയാനുള്ളത്? മാതൃഭൂമിയിൽ ഒരു വാർത്ത ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കാണുകയുണ്ടായി. ആ വാർത്തയിൽ അവർ പറയുന്നതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതവും ബോധപൂർവമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിൽ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കല്യാശ്ശേരി പഞ്ചായത്തിലെ ഇരണാവ്. എൻ്റെ പഴയ വീടൊക്കെ അവിടെയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്. അതിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ് ഇരണാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇരണാവുകാരനായ ഞാനൊരു മന്ത്രിയായപ്പോൾ എൻ്റെ അടുത്തൊരു നിവേദനമായിട്ട് വന്നു. ആ നിവേദനത്തിൽ അവരാവശ്യപ്പെട്ടത് ഞങ്ങൾ ഈ ചുഴലി ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണത്തിലാണ്. അതിൻ്റെ ശ്രീകോവിലും അതിൻ്റെ കൊട്ടാരവും അതിൻ്റെ ചുറ്റുപാടുകളും എല്ലാം ജീർണിച്ച് എത്രയോ വർഷക്കാലമായി ജീർണിച്ച് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്, പുനരുദ്ധാരണത്തിലാണ്. ഏതാണ്ട് അതിനെല്ലാം കൂടി ഒരു 1 കോടി രൂപയോളം ചിലവ് വരും. ഇത്രയും പണം ഒരു കാരണവശാലും ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിക്കില്ല. ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. ഡി ഗ്രേഡ് ക്ഷേത്രമാണ്. അതുകൊണ്ട് വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടിയാലേ പറ്റൂ. അപ്പോൾ ഞങ്ങളുടെ നിർമ്മാണത്തിന് ഞങ്ങൾക്ക് മരം ഗവൺമെൻറ്റിൽ നിന്ന് സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. അത് വനം വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ ആ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നിങ്ങൾ മന്ത്രിയായതുകൊണ്ട് നിങ്ങൾ കൂടി തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടം ഞാൻ എൻ്റെ ലെറ്റർ പാഡിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഇരണാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തന്ന നിവേദനം, ആ നിവേദനം നിങ്ങൾക്ക് അയക്കുന്നു. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അവരതിൽ ആവശ്യപ്പെട്ടുള്ള 1 കോടിയോളം രൂപ ഇതിന് ചെലവ് വരുമാകെ അവർക്കതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് മരം സൗജന്യമായി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കവറിംഗ് ലെറ്ററോടുകൂടി അവർക്ക് വനം വകുപ്പ് മന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു. ഞാനൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരു നിവേദനം തന്നാൽ ഞാനെന്താ ചെയ്യാതെ കീറിക്കളയാൻ പറ്റുമോ? ഞാനത് കൺസേൺ മിനിസ്റ്റർക്ക് അയക്കില്ലേ വേണ്ടത്. മിനിസ്റ്റർക്ക് അയക്കുമ്പോൾ എൻ്റെ ലെറ്റർ പേഡിലല്ലാതെ വേറെ ലെറ്റർ പേഡിൽ അയക്കാൻ പറ്റുമോ? അതാ ചെയ്തത്. അതാ എന്ന് എഴുതി തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് തികച്ചും ബോധപൂർവം അടിസ്ഥാനരഹിതമായ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം മാധ്യമത്തിൻ്റെ തന്നെ അവമാനകരമായിട്ടുള്ളൊരു നടപടിയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്ന വ്യക്തിഹത്യയും നടത്താനും അതുവഴി എന്തോ ഒരു കോൺസ്പിരസി, ഒരു ഗൂഢാലോചന രൂപപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ആ എല്ലാം ഞാൻ അയച്ചിരിക്കുന്ന കോപ്പിയും അതുപോലെ അവർ തന്നിരിക്കുന്ന കോപ്പിയെല്ലാം തന്നെ ഞാൻ ഫയലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് രാജ്യത്തിലെ ജനങ്ങളത് കാണട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. ഒരു കോടിയെന്ന് എൻ്റെ കത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കോടിയാണ് അവർ കണക്കാക്കുന്നത്. അതിൽ അവർക്ക് അത്രയും കഴിയാത്തതുകൊണ്ട് സഹായിക്കണം എന്നാണ്. അത് തന്നെയാണ് അവരുടെ ലെറ്ററിലുള്ളത്. അവരിൽ എഴുതി തന്ന നിവേദനത്തിലും അതുണ്ട്. പക്ഷേ പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു കെട്ടിച്ചമച്ച് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എനിക്കൊരു കുടുംബക്ഷേത്രവുമില്ല. അങ്ങനെ കുടുംബക്ഷേത്രമേ എനിക്കില്ല. എൻ്റെ ജനിച്ച് വളർന്ന നാട്ടിൽ ഇരണാവിൽ എൻ്റെ വീട്ടിൻ്റെ കുറച്ചടുത്തുള്ളൊരു ക്ഷേത്രമാണ്.